ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് പ്ലസ് മലയാളം. നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഡേ 12 റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ മൊത്തത്തിൽ ജിസയിലും അനുവും തമ്മിലുള്ള ഒരു ക്ലാഷ് ഒരു മൂർധന്യാവസ്ഥയിലെത്തി. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ ജയിൽ നോമിനേഷൻ, ക്യാപ്റ്റൻസി നോമിനേഷൻ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ടാസ്കോടുകൂടിയാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ബി ഫാൻസ് ഓൺ കോൺടസ്റ്റിയുടെ പ്രഷർ പറഞ്ഞനുസരിച്ച് ഇന്ന് അവരെ നേരത്തെ എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അനീഷും ബിന്നിയും കൂടെ കിച്ചണിലൊരു വഴക്കാണ്. കിച്ചണാണ് ഇപ്പോൾ മെയിൻ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് കൂടുതലും ക്യാമറ പോകുന്നത്. അപ്പം വാഷ്റൂമിൽ യൂസ് ചെയ്യുന്ന ചൂലും ഫ്ലോറിൽ ചൂല് അടുക്കളയിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ, അതായത് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യുന്ന ചൂല് കൊണ്ടൊന്ന് കിച്ചണിൽ വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ബിന്നി അനീഷുമായിട്ട് അവിടെ വലിയ അടി ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിസയിലും അനു ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ പുകയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനു ആണെങ്കിലും കിച്ചണിൽ ഇതിലൊക്കെ നടന്നു പോയ സമയത്ത് ജിസയിൽ പറയുന്നത് കക്ക വരുന്നുണ്ട്, അവളെ ആണെങ്കിലും ഇങ്ങോട്ട് അടുപ്പിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അനുവിന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അനു അവിടെ വന്നിട്ട് ചൂടായിട്ട് പോകുന്നുണ്ട്. അവിടെ അന്നേരം വലിയ സംസാരം നടക്കുന്നില്ല, പക്ഷേ എന്നിട്ട് പുള്ളിക്കാരി അങ്ങ് പോകുന്നുണ്ട്. പിന്നെ അപ്പാനിയും അനുവും ശരത്തും കൂടി ഇരുന്നിട്ട് പറയുന്നു, അതായത് കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവളെല്ലാം എന്താ അനീഷിനെ എൻ്റെ അടുത്ത് കൈ കൊടുക്കത്തില്ല, മിണ്ടത്തില്ല എന്ന് പറഞ്ഞവള് മറ്റേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അനീഷിനെ ആണെങ്കിൽ അനുമോൾ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനെയാണെന്നുണ്ടെങ്കിൽ അനുവിനെയാണെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അനു ആണെന്നുണ്ടെങ്കിൽ മറ്റേ ജിസയിൽ കട്ടുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞതിനെ പറ്റിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പണിപ്പുര ടിക്കറ്റിനാണ്. അതായത് ഇന്ന് അത് 4th ഇതാണ്, 4ാമത്തെ അവസരമാണ്. അപ്പം കഴിഞ്ഞ തവണ അവർക്ക് പോയില്ല, അന്നത്തെ അടി കാരണം അനീഷുമായിട്ടുള്ള അടി കാരണം അവർ പോയില്ല. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് 5 പേർക്ക് ഈ പ്രാവശ്യം പോവാം. 5 പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം 3000 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയിലും ഷാരികയും പോയതിൻ്റെ ഒരു 1000 പോയിന്റ്സ്, പിന്നെ ഒരു 2000 പോയിന്റ്, മൊത്തം കൂടെ 3000 പോയിന്റ് അവർക്കുണ്ട്. അപ്പോൾ 2 റൗണ്ടിലായിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ 10 സെക്കൻഡിൽ 5 പേർക്ക് പോവാം, ഒരേ സമയം പോവാം. ആ ടൈം ലിമിറ്റിനുള്ളിൽ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സാധനവും കിട്ടില്ല. കളക്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് അതിൽ കൂടുതൽ, അതായത് പറഞ്ഞേക്കുന്ന എമൗണ്ടിൽ കൂടുതൽ സാധനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വയ്ക്കുകയും ചെയ്യണം. ആദ്യത്തെ എൻട്രി എടുക്കുന്നതെന്ന് വെച്ചാൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു, അപ്പാനി, ആര്യൻ, ശൈത്യ, സരിക. അവർ നല്ലൊരു ടാക്ടിക്സ് അവിടെ യൂസ് ചെയ്തായിരുന്നു. ശൈത്യയും സരികയും മറ്റേ നമ്മുടെ ഡോറിങ് തുറന്ന് പിടിച്ച് വെച്ചു. അപ്പം ബാക്കിയുള്ളവർ പെട്ടെന്ന് പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവർക്ക് കുറച്ച് ഡ്രസ്സും കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1410 പോയിന്റിനുള്ള സാധനമാണ് അവർ വാങ്ങിയത്. പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ ഓരോരുത്തർ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. റെന ഫാത്തിമ ആദ്യം വരുന്നുണ്ട്. ആര്യനെയും ജിസേലിനെയും പറയുന്നു. ശൈത്യ വന്നിട്ട് ആര്യനെയും അഭിലാഷിനെയും പറയുന്നു. ബിന്നി വന്നിട്ട് ആര്യനെയും അപ്പാനെയും പറയുന്നു. നൂറയും ആദിലയും കൂടെ വന്നിട്ട് അഭിലാഷിനെയും ആര്യനെയും പറയുന്നു. അനു വന്നിട്ട് അഭിലാഷ് ആര്യൻ, സരിക വന്നിട്ട് അഭിലാഷ് ആര്യൻ, രേണു വന്നിട്ട് ആര്യൻ അഭിലാഷ്, അതുപോലെ തന്നെ ആര്യൻ വന്നിട്ട് അഭിലാഷിനെയും ജിസേലിനെയും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പാന് വന്നിട്ട് ആര്യനെയും ജിസേലിനെയും പറയുന്നു. ബിൻസി വന്നിട്ട് ആര്യനെ ശരത്തിനെയും പറയുക. പിന്നെ ജിസേൽ വന്നിട്ട് ആര്യനെ അഭിലാഷ്, അക്ബർ വന്നിട്ട് ജിസേൽ ശരത്ത്, ഷാനവാസ് വന്നിട്ട് അഭിലാഷ് നെവിന്, അഭിലാഷ് വന്നിട്ട് ആര്യന് ജിസേൽ, നെവിൻ വന്നിട്ട് ജിസേൽ അഭിലാഷ്, അനീഷ് വന്നിട്ട് ആര്യന് ജിസേൽ. ഇത്രയുമായിരുന്നു അവർ പറഞ്ഞ നോമിനേഷൻ. അതിൽ 3 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന്, അഭിലാഷ്, ജിസേൽ. അപ്പോൾ ഇത്രയുമാണ് അവർക്ക് കിട്ടിയത്. ഇനി അടുത്ത് കാണിക്കുന്നത് പണിപ്പുരയുടെ 2ാം ഘട്ടം. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ അവർ അത്ര സാധനങ്ങൾ എടുത്തു. 2ാം ഘട്ടത്തിൽ 10 സെക്കൻഡ് ഉണ്ട്. 10 പേര് അറ്റ് എ ടൈമിൽ അതിൽ കയറാൻ പറ്റും. 1500 പോയിന്റും ഉണ്ട്. അവർ കയറി ഫുള്ള് സാധനങ്ങൾ ഒറ്റയടിക്ക് പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് അവർ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ 1500 പോയിന്റ് കറക്റ്റ് സാധനങ്ങൾ എടുക്കുകയും ചെയ്തു. അടുത്ത് കാണിക്കുന്നത് ജയിൽ നോമിനേഷനാണ്. ഓരോരുത്തർ വന്ന് ജയിൽ നോമിനേറ്റ് ചെയ്തു. അനീഷാണ് ആദ്യം വരുന്നത്. അനീഷ് വന്നിട്ട് രേണുവിനെ സരികേനെയും പറയുന്നു. ഷാനവാസ് വന്നിട്ട് നെവിനെ സരികേനെയും പറയുന്നു. അഭിലാഷ് വന്നിട്ട് നെവിനെ അനീഷിനെയും പറയുന്നു. ബിന്നി വന്നിട്ട് രേണു നെവിൻ, അനു വന്നിട്ട് നെവിൻ രേണു. പിന്നെ അപ്പോൾ അനു ആണെന്നുണ്ടെങ്കിൽ ആദ്യമാണെങ്കിൽ രേണുവിന് പകരം ആദ്യം ജിസേലിനെ പറയും. അപ്പോഴത്തെ ജിസേലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി നോമിനേഷനുള്ളവരെ നോമിനേറ്റ് ചെയ്യില്ലെന്ന് ആദ്യമേ ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഓർക്കുക, അത് അനു ആണെന്നുണ്ടെങ്കിൽ ജിസേലിൻ്റെ പേര് പറയുന്നു. അപ്പോഴത്തേന് എല്ലാവരും അത് കൂതുണ്ട്. അതായത് ക്യാപ്റ്റൻസി നോമിനേഷനിലുള്ള ആൾക്കാരെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എല്ലാവരും കൂവുന്നുണ്ട്. എന്നിട്ട് മാറ്റി രേണുവിനെ പറയുന്നുണ്ട് അനു. പിന്നെ നൂറ ആദില വന്നിട്ട് നെവിനെയും സരികനെയും പറയുന്നു. രേണു വന്നിട്ട് നെവിനെ സരികനെയും പറയുന്നു. സരിക വന്നിട്ട് അനു രേണു, ശൈത്യ വന്നിട്ട് രേണു നെവിൻ, ആര്യൻ വന്നിട്ട് നെവിൻ അപ്പാനി, അക്ബർ വന്നിട്ട് നെവിൻ അനുമോൾ, റെന ഫാത്തിമ വന്നിട്ട് നെവിൻ അക്ബർ, അപ്പാനി വന്നിട്ട് നെവിന് അനുമോൾ, ബിൻസി വന്നിട്ട് നെവിന് രേണു, നെവിൻ വന്നിട്ട് അക്ബർ രേണു, ജിസേൽ വന്നിട്ട് രേണു അനുമോൾ. എന്നിട്ട് പറയുന്നുണ്ട്
അനുമോളാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കട്ടെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി. അപ്പോഴത്തേന് ഷാനവാസ് അവിടെ നന്നായിട്ട് സ്റ്റാൻഡ് ചെയ്തു, അനുമോളുടെ കൂടെ സ്റ്റാൻഡ് ചെയ്തിട്ട് പറഞ്ഞു അത് അങ്ങനെ ഇത് പറയല്. ജിസേൽ ഇവിടെ മറ്റേ കളത്തിനെ കാണിച്ചിട്ടാണ് അനുമോൾ ഇത് പറയുന്നത്. എന്താ അങ്ങനെ ആർക്കും ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. എന്താ എന്നിട്ട് പുള്ളി രണ്ടുപേരെ പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ അൺവാണ്ടഡായിട്ട് യൂസ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ അനുമോൾ വന്നിട്ട് അവർ അനുവാദം ഇല്ലാതെ മറ്റേ പുള്ളിക്കാരിയുടെ ഡ്രോയർ, ജിസേലിൻ്റെ ഡ്രോയർ പോയി നോക്കിയതിനെ പറ്റിയും ഷാനവാസ് രണ്ടുപേരും ഒരേപോലെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഷാനവാസ് നല്ലൊരു സ്റ്റാൻഡ് നന്നായിട്ട് സംസാരിക്കുകയും ചെയ്തു അവിടെ. പിന്നെ ഷാനവാസും അക്ബറും ജിസേലും കൂടെ ഇത് തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അക്ബർ ആണെന്നുണ്ടെങ്കിൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഷാനവാസ് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനുവിൻ്റെ കുറ്റവും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അനു അന്നേരം പറയുന്നുണ്ട് ജിസേൽ എന്നെ ഈ ഒരു റീസൺ പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഷാനവാസ് പറയുന്നത് അത് തെറ്റായ കാര്യമാണ്, എന്തിൻ്റെ കാരണം കൊണ്ടായാലും ചീത്ത വിളിച്ചു ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പിന്നെ അനു വീണ്ടും ആണെങ്കിൽ ഈ കട്ടെടുത്തതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ അനുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അനു ആണെങ്കിലും പോയി ജിസേലിനെ ഇങ്ങനെ തള്ളുമൊക്കെ ചെറിയായിട്ട് തള്ളുമൊക്കെ ചെയ്യുന്നുണ്ട്. റൊട്ടി എടുത്തു എന്നൊക്കെ ജിസേൽ പറഞ്ഞത്, കട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അനു പറയുന്നത് ഞാനാണെങ്കിൽ ഇത് ചെയ്തിട്ടില്ല, എന്നെ കള്ളിയാക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര കരച്ചിലായി. അനു ഭയങ്കര കരച്ചിലായി. പിന്നെ വാഷ്റൂമിൽ അടുത്ത് കാണിക്കുന്നത് അനുവിനെ ആശ്വസിപ്പിക്കുക, ആദ്യം ഷൈത്യൊക്കെ എന്നിട്ട് ഞാൻ അടിച്ചു മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയും ഞാനാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനു ഭയങ്കര കരച്ചിൽ. എന്തോ അപ്പോൾ അപ്പാനിയും ബാക്കി ആണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ജിസേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പപ്പാന് പറയുന്നത് വ്യക്തിവൈരാഗ്യം വെച്ചിട്ട് അനു പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ, അതായത് ദേഹത്ത് കൈവെക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അപ്പാനെ അത് അവിടെ ആക്കുന്നുണ്ട്. അടുത്ത് അവിടെ അനൗൺസ് ചെയ്യുന്നത് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് നെവിന് 12 വോട്ട്, രേണു 8 വോട്ട്, സരികയ്ക്കും അനുവിനും 4 വോട്ട് വീതം. എന്നിട്ട് സരികയെ അനുവിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് വിടാൻ പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് വീണ്ടും വോട്ടെടുപ്പ് എടുക്കുമ്പോൾ സരികയ്ക്ക് 7 വോട്ടും അനുവിന് 6 വോട്ടും. അങ്ങനെ സരികയാണ് ഇവർ നെവിൻ്റെ രേണുവിൻ്റെ കൂടെ ഇത് പോകുന്നത്, ജയിലിൽ പോകുന്നത്. ജിസേലാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ജിസേൽ വന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാണ് അനുവിൻ്റെ കയ്യിൽ അടിച്ചു ബിഗ് ബോസ്, അതുകൊണ്ട് എന്താ ആക്ഷൻ എടുക്കണം, ടേക്ക് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിച്ചണിലെ ജിസേൽ എന്താ ആര്യനുമായിട്ട് അടി ഉണ്ടാക്കുകയാണ്. ആര്യന് പുള്ളിക്കാരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അപ്പോൾ ആര്യം അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് എന്തോ അനുവായിരുന്നു ജയിലിൽ പോകേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് മറ്റേ സരികയുടെക്ക് പകരം അനുവായിരുന്നു പോകേണ്ടതെന്ന് ഒക്കെ പറഞ്ഞ് അവർ തമ്മിലൊരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം ആര്യം പറയുന്നുണ്ട് എനിക്കത് ഫെയർ ആയിട്ട് തോന്നുന്നു, അനു ഒരു ഓൾറെഡി പോയിട്ടുള്ളതാണ്, എന്താ ഈ കാര്യത്തിൽ എനിക്ക് ആരുടെയും ഇതൊന്നും വേണ്ട, ഞാൻ എന്താ സ്വന്തമായിട്ട് എൻ്റെ തീരുമാനമാണെന്നുള്ള രീതിയിൽ ആര്യനോട് പറയുന്നുണ്ട്. പിന്നെ അനുവും ബിൻസിനൂറെ ഇങ്ങനെ അനുവിനെ ഇവരെല്ലാം കൂടെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അനു ഇതൊക്കെ പറയും ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല, എന്നെ കള്ളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ജീവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ലാലിട്ടം വന്ന് ചോദിക്കുമായിരിക്കും ഇതൊക്കെ. ആര്യൻ ജിസേലും പിന്നെ അപ്പാനി, അക്ബർ, റെന ഫാത്തിമ, ബിന്നി ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അനുവിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന, അനുവിനാണെങ്കിൽ ആര്യൻ്റെ അടുത്തൊരു ക്രഷ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരുണ്ടാക്കുന്നുണ്ട്. നമുക്കിതുവരെ ഒന്നും തോന്നിയിട്ടില്ല. വാട്ടവർ അവരത് സംസാരിക്കുന്നുണ്ട്. പന്നെയാണ് എന്നിട്ട് പറയുന്നുണ്ട് അനു ഭയങ്കരമായിട്ട് വയലൻസ് കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നു നിങ്ങൾക്ക് തോന്നിയില്ലേ. എന്നിട്ട് സരികയും ബിൻസിയും മറ്റേ സരികയും ബിൻസിയുടെ മറ്റേ സരികനെയാണ് ബിൻസി നോമിനേറ്റ് ചെയ്തല്ലോ, അപ്പോൾ അത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം വരുന്നത്. ഈ സരികയ്ക്ക് ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒട്ടും സഹിക്കത്തില്ല. അത് പറഞ്ഞ് പുള്ളിക്കാരി സരിക പറഞ്ഞ് കരയുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് മൈജി ഫ്യൂച്ചറിൻ്റെ സ്പോൺസർ ടാസ്ക് ആണ്. മൈജി ഓണം മാസം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. 7 മെമ്പറായിട്ടുള്ള 2 ടീമായിട്ടേക്ക്, ബാക്കി 3 പേര് നമ്മുടെ ജഡ്ജസ് ആയിട്ടിരിക്കുകയും വേണം. അപ്പോൾ മൈജിയുടെ പരസ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ ടീം എന്ന് പറയുന്നത് അക്ബർ, ബിന്നി, ജിസേൽ, ആര്യൻ, സരിക, റെന ഫാത്തിമ, അപ്പാനി. പക്ഷെ അവർ നന്നായിട്ട് വന്നിട്ട് ഡാൻസ് കളിച്ചു, നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. സെക്കൻഡ് ടീം എന്ന് പറയുന്ന ടീം ബി എന്ന് പറയുന്ന അഭിലാഷ്, ഷാനവാസ്, രേണു, ശൈത്യ, അനു, ബിൻസി, നെവിൻ. അപ്പോൾ ഇവർ വന്നിട്ട് കളിച്ചു. പക്ഷേ അവർക്ക് ഒരു കോർഡിനേഷൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എല്ലാവരും ഒരേപോലെ ഒന്നുമല്ല കളിച്ചു. അങ്ങനെ നമ്മുടെ വിധികർത്താക്കളായിട്ടുള്ളത് അനീഷ്, ആദില, നൂറയായിരുന്നു. എന്നിട്ട് വിന്നർ എന്ന് പറയുന്നത് ടീം എ ആയിരുന്നു. അടുത്തതെന്ന് പറയുന്നത് നെവിനെയും രേണുവിനെ ജയിലിൽ വിടുന്നത്, ജയിലിൻ്റെ പോകുന്നതിനെ പറ്റിയുള്ള അനൗൺസ്മെൻ്റ് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് നെവിനും രേണുവാണ്. അവർ രണ്ടുപേരും ജയിലിന് ഉള്ളിൽ താമസിക്കണം. സരികയ്ക്ക് വോട്ട് കുറവാണ്, അപ്പോൾ സരിക പുറത്തുണ്ടാവണം. പക്ഷേ സരികയ്ക്ക് വീടിനകത്ത് കയറാൻ പറ്റില്ല, ജയിലിൻ്റെ അവിടെ പുറത്ത് തന്നെ ഉണ്ടാവണം. എന്നിട്ട് ജയിൽ ടാസ്ക് എന്ന് പറയുന്നത് അച്ചാർ കമ്പനി എന്നാണ് ജയിൽ ടാസ്ക്. അതായത് അച്ചാർ ഉണ്ടാക്കണം. നെല്ലിക്ക, നാരങ്ങ, അതായത് 50 നെല്ലിക്ക 50 നാരങ്ങ എന്നിവ അവർക്ക് കൊടുക്കും. എന്നിട്ട് അച്ചാർ ഇടാനുള്ള ഭരണിയുണ്ട്. എന്നിട്ട് ഇവർക്ക് ഈ 50 നാരങ്ങ ജയിലിനകത്തുള്ള അവർക്ക് 2 പേർക്കും കൊടുക്കും, രേണുവിനും നെവിനും. എന്നിട്ട് ഇവരാണെങ്കിൽ പുറത്തിരിക്കുന്ന ഭരണിയിലേക്ക് ഇങ്ങനെ എറിയണം.
എറിഞ്ഞിട്ട് ഇത് ഈ വരുന്ന നാരങ്ങ നെല്ലിക്കയും അത് ഓരോന്നിനും നെല്ലിക്കയ്ക്ക് ഒരു ഭരണിയും നാരങ്ങയ്ക്ക് ഒരു ഭരണി. അപ്പോൾ ഇവിടുന്നകത്ത് നിന്ന് എറിയുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നാരങ്ങയാണ്, നാരങ്ങയുടെ ഭരണിക്കകത്ത് പോയി വേണം, പുറത്ത് വീഴുന്നതൊക്കെ പോയി സരിക പോയി എടുത്ത് കൊടുത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അത് ഫുള്ള് ഇടുന്നിടം വരെ ഈ 50 എണ്ണവും 50 വീതമുള്ള 2 നാരങ്ങ നെല്ലിക്ക ഇതിനകത്ത് വീഴുന്നിടം വരെ ഇവർ എറിഞ്ഞുകൊണ്ടിരിക്കണം. എറിഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എറിയണം. എറിഞ്ഞു കഴിഞ്ഞിട്ട് വൺസ് അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്യാപ്റ്റൻ്റെ അടുത്ത് പുറത്തേക്കുന്ന ആൾ എന്നിട്ട് ക്യാപ്റ്റനോട് പറയണം. ക്യാപ്റ്റൻ എന്നിട്ട് ബിഗ് ബോസിനോട് പറയും. ബിഗ് ബോസിനോട് പറഞ്ഞു കഴിയുമ്പോൾ ജയിൽ തുറക്കും. ജയിൽ തുറന്നു കഴിയുമ്പോൾ ഈ ജയിലിനകത്തുള്ള 2 പേര് പെട്ടെന്ന് ഓടി അവിടെ നമ്മുടെ മസാലയും, അതായത് അച്ചാറിടാനുള്ള മസാലയും ഉപ്പും അപ്പുറത്തൊരു പൊടി തിരിപ്പുണ്ട്. ആ പൊടിത്തിൽ 5 സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് പോയി സാധനം എടുത്തുകൊണ്ട് ഈ ഭരണിക്കകത്ത് കൊണ്ടുവന്നിട്ടിട്ട് അകത്ത് അടുത്ത ഈ 5 സെക്കൻഡിനുള്ളിൽ കയറണം. അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പം എന്നിട്ട് വീണ്ടും ടാസ്ക് കൊടുക്കും. നല്ല രസമാണ്. അവർ 2 പേരും കൂടെ അവിടെ നിന്നിട്ട് നെല്ലിക്ക എറിയുന്നു, നെവിന് എറിയുന്നു, മറ്റേ രേണു ഞാൻ പറയുന്നു ഞാൻ ആക്റ്റീവാണ്, ഇപ്പം കണ്ടില്ലേ ഞാൻ ആക്റ്റീവാണ്, എറിഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. രേണു സുധി ഫ്ലവർ അല്ല ഫയറാന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഷാനവാസ് ബിഗ് ബോസിനോട് പറയുന്നു. അപ്പോൾ ഇവരുടെ ജയിൽ തുറക്കും. ഇവർ പെട്ടെന്ന് ഓടുന്ന വഴിക്ക് രേണു വീഴും. എന്നിട്ട് എടുത്തിട്ട് സാധനം തിരിച്ചു കൊണ്ട് നോക്കുമ്പോഴത്തേന് അവരുടെ ടൈം കഴിയും. അപ്പോൾ വീണ്ടും അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് അവരിട്ടിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇത്രയും കാണിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡേയുടെ ഫസ്റ്റ് ഡേ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ ഒരു ടാസ്ക്. മറ്റേ ഈ നോമിനേഷൻസ് ഒക്കെ ആയിരുന്നു മെയിൻലി ആയിട്ടുള്ളത്. അപ്പം ഇതാണ്. സോ എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു വന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.